എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. പച്ചക്കറി കുറച്ച് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാണ്. അതൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. കൊത്തവരയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് കൊത്തവരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നല്ലപോലെ തന്നെ കഴുകി കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ, അതായത് ഒരു 2 കിലോ ചിക്കൻ, ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസായിട്ടുള്ളത് കേട്ടോ, അതൊരു പാത്രത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മസാല ചേർത്ത് നല്ലപോലെ തിരുമ്മിയിട്ട് അതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കനാണ്, വളരെ ടേസ്റ്റ് കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മസാല വറുത്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റും സ്വാദുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാനിലേക്ക് 2 സ്പൂണ് മുഴുമല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു എന്താ പറയുക, പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏലക്കട തൊലി മാറ്റിയിട്ട് കുരു മാത്രം ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 ഏലക്കട കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ സാദാ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായി തന്നെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. പിന്നെ ഇതിലേക്കൊരു 1/2 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു 3 കപ്പലമുളക് കൂടി ചേർത്ത് നല്ലപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്, ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ചേർത്തിട്ടില്ല, ഒരു 5-6 ഗ്രാമ്പു കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളകാണ് ഇതിവിടെ ടേസ്റ്റും കളറും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ സാധാ മുളകാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാമ്പു കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കറുകിപ്പോകും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയൊക്കെ നന്നപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് നമ്മുടെ മസാല വറുത്തിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ അതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ പാനിൽ കുറച്ച് കറിവേപ്പില കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ മുളകിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് ഒരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, കുറച്ച് തരിതരിപ്പ് ഇരുന്നോട്ടെ കേട്ടോ. നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി, ഒന്നല്ല ഒരു 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളി എടുത്ത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിതൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ ചെറിയ പീസായിട്ട് അരിയില്ലേ, അങ്ങനെ വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടി. നീളത്തിലല്ല വേണ്ടത്, ചെറിയ പീസായിട്ട് നല്ല നൈസായി തന്നെ ഇത് അരിഞ്ഞെടുക്കുക. ഒരു 2 വലിയ ഉള്ളിയും മതിയാവും കേട്ടോ. നമ്മൾ 2 കിലോ ചിക്കന് 2 വലിയ ഉള്ളി എടുത്ത് ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നൈസായിട്ട് തന്നെ 2 വലിയ ഉള്ളി നമ്മൾ വറുത്തെടുക്കൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ 2 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ലപോലെ തന്നെ വഴണ്ട് ബ്രൗൺ കളറായി വരണം കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറായി വന്നാൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് മാക്സിമം ബ്രൗൺ കളറാക്കി എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളർക്ക് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ പച്ചമുളക് നല്ലപോലെ മാറി വരണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മാറി വരണം. എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ആദ്യം ഒഴിച്ച അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്ത്
ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി എല്ലാ സ്ഥലത്തേക്കും, നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പെരണ്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ നന്നായി തന്നെ ചൂടായി വരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഫുൾ മസാല ഉണ്ടല്ലോ, അത് മുഴുവനായി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലയും എല്ലാം കൂടെ തന്നെ നല്ലപോലെ നമ്മുടെ ചിക്കനിൽ പെരണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ നമ്മൾ വെക്കണം. അത് നല്ലപോലെ തന്നെ മസാല കയ്യിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള വെള്ളവും പിന്നെ നമ്മുടെ ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതിൽ വേണം നമ്മുടെ ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിക്കാണ്ട് വെക്കുന്ന ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ, പിന്നെ നമ്മുടെ ചട്ടി ഇങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ അടിപ്പിടിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് എണ്ണയും വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോസ്റ്റ് വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നമ്മുടെ മസാല ഒരു രക്ഷയില്ലാത്ത മസാലയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് വന്നതിലേക്ക് ഒരു 2.5 സവോള നമ്മൾ ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള മുറിക്കുന്ന സമയത്ത് മാക്സിമം നൈസായിട്ട് മുറിക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിരിക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഉള്ളി വറുത്തതൊക്കെ റോസ്റ്റിലൂടെ ചേർക്കുന്നത്. അതിനെക്കാട്ടിലേക്ക് എത്രയോ ടേസ്റ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ഇത് റെഡിയായി വരുന്ന സമയത്ത് ഈ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് പറയുന്നത് ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ അനുസരിച്ച് നമുക്ക് ഉള്ളി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി കൂട്ടുന്തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഒരുപാട് ഉള്ളിയല്ല, എന്നാലും നമുക്ക് കുറച്ച് മസാല വേണമെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2.5 സവോള മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ പുരട്ടി കുറച്ച് നേരം ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ സവോള, അതായത് വലിയുള്ളി നല്ല സോഫ്റ്റായിട്ടുണ്ടാകും കേട്ടോ. അപ്പം തന്നെ കഴിക്കാൻ, നമ്മുടെ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിറയെ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിത്തലയും, ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിത്തലയും കൂടെ ചേർത്ത് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല മസാലയോട് കൂടിയിട്ടുള്ള, അത് പറഞ്ഞാൽ ഉള്ളിയൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. നമ്മൾ ചേർത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ ഇതിവിടെ ടേസ്റ്റാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ മസാല പൊടിച്ച് ചേർക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോംബോ ആയിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ചിക്കൻ റെഡിയായി വന്നതിന് ശേഷം നമ്മൾ റൈസിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ നെയ്ച്ചോറും ഈ ചിക്കൻ റോസ്റ്റും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു ദിവസം ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്ന റെസിപ്പീസൊക്കെ വളരെ വളരെ സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന റെസിപ്പികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ നമ്മൾ ഉടച്ച് നെയ്യൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒന്ന് വിളമ്പി കൊടുക്കാം അല്ലേ. ഓട്ടയുടെ ചട്ടി ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇങ്ങനെ വിളമ്പി കാണിക്കുന്ന ഒരു ചട്ടിയായി മാറിയിട്ടുണ്ട്. ഓട്ടയുടെ ഞാൻ പിന്നെ അത് ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല.
അതിന് ഇറങ്ങിയിട്ടുമില്ല കേട്ടോ. ഇപ്പോൾ മാക്സിമം ഈ പാത്രം നമ്മളിങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്യാൻ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് വിളമ്പി, നമ്മുടെ ചിക്കൻ റോസ്റ്റ് വിളമ്പി, അതുപോലെ തന്നെ നമ്മുടെ തൈര് സാലഡ് വിളമ്പി, ഇപ്പം നമ്മുടെ ഉച്ചക്കലക്കുള്ള നമ്മുടെ റോസ്റ്റും അതുപോലെ തന്നെ നെയ്ച്ചോറും സാലഡും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഉള്ളി ഈ ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ പറയാൻ തരൂല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റും റൈസും കൂടെ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. രണ്ടും തന്നെ കേട്ടോ. അധികം സമയവും അതുപോലെ അധികം വഴറ്റി മസാല റെഡിയാക്കേണ്ട സമയമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മസാല തലേദിവസം പൊടിച്ച് വെച്ച് രാവിലെ നേരത്തെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. തലേദിവസം നമ്മൾ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക, ഈ മസാല പൊടിച്ച് വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രാവിലെ നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കുട്ടികളൊക്കെ പറയുന്നത്. അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. അങ്ങനെ എനിക്കും ഒരു വായി തന്നാണ് കേട്ടോ അക്ഷയ. ഇത് ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഭയങ്കര ബഹളമാണ് കേട്ടോ. അവർക്ക് കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട്, അപ്പോൾ നമ്മളെല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ അക്ഷയ അവർക്കുള്ള ഭക്ഷണം എടുക്കുകയാണ് കേട്ടോ. അവരും നെയ്ച്ചോറ് കാര്യമായിട്ട് കഴിക്കുകയൊന്നുമില്ല, പക്ഷെ എന്നാലും ചോറ് കഴിക്കാണ്ടിരിക്കേണ്ട പറഞ്ഞ് നമ്മൾ കുറച്ച് നെയ്ച്ചോറും അതിൽ കുറച്ച് ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ എല്ലൊക്കെ മാറ്റി അതിൻ്റെ ഇറച്ചി മാത്രമാക്കി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും നമ്മൾ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ.